എൻ്റെ അച്ഛൻ കൂടുതൽ കാലം കണ്ട എൻ്റെ കേരളത്തെക്കുറിച്ചാണ്. അതാണ് ഇന്നെനിക്ക് നിങ്ങളുടെ മുമ്പിലേക്ക് പകർന്നു തരാൻ ഈ സന്തോഷ ദിനത്തിൽ കഴിയുന്നത്. അതിങ്ങനെ: പണ്ടെങ്ങാണ്ടൊരു നാടുണ്ടാർന്നേ, ആ നാട്ടിൽ പുഴയുണ്ടാർന്നേ, പുഴ മുഴുവൻ മീനുണ്ടാർന്നേ, മീനിന് മുങ്ങാൻ കുളിരുണ്ടാർന്നേ. രണ്ട് കൈകൾ തമ്മിലുള്ള ഒരു താളമാണ്. ആ താളം നമുക്ക് ഇതിനിങ്ങനെ കൈകൊണ്ട് താളം അടിക്കണ കൊണ്ട് ആർക്കും പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും വരില്ല. അതിന് പ്രത്യേകിച്ച് സെസ് അടക്കണ്ട, ടാക്സ് അടക്കണ്ട, അത് വെറുതെ കിട്ടുന്നതാണ്. ആ രണ്ട് കൈകൾ തമ്മിൽ ചെറുതായിട്ട് അടിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സ്പന്ദനമുണ്ട്, ഒരു അടിയുണ്ട്. ആ അടി ഹൃദയത്തിന്റെ ധമനികളിലുള്ള രക്തക്കുഴലുകളുടെ ബ്ലോക്കുകളെ പോലും ഇല്ലാതാക്കുമെന്നാണ് പറയുന്നത്. പിന്നെ അത് മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ദാനവും കൂടിയാണ്. അത് നമുക്ക് വെറുതെ കിട്ടുന്നതാണ്. നമ്മുടെ ഉറക്കം, നമ്മുടെ ക്ഷീണം, നമ്മുടെ അലസത, നമ്മുടെ മടി ഒക്കെ മാറ്റുന്നതാണ്. അപ്പൊ ആ വരികൾ ഇങ്ങനെയാണ്: പണ്ടെങ്ങാണ്ടൊരു നാടുണ്ടാർന്നേ, ആ നാട്ടിൽ പുഴയുണ്ടാർന്നേ, പുഴ മുഴുവൻ മീനുണ്ടാർന്നേ, മീനിന് മുങ്ങാൻ കുളിരുണ്ടാർന്നേ. പണ്ടിവിടെ വയലുണ്ടാർന്നേ, വയൽ മൊത്തം കതിരുണ്ടാർന്നേ, കതിർ കൊത്താൻ കിളി വരുമാർന്നേ, കിളികൾ പാടണ പാട്ടുണ്ടാർന്നേ. പണ്ടിവിടെ വയലുണ്ടാർന്നേ, വയൽ മൊത്തം കതിരുണ്ടാർന്നേ, കതിർ കൊത്താൻ കിളി വരുമാർന്നേ, കിളികൾ പാടണ പാട്ടുണ്ടാർന്നേ. പണ്ടെങ്ങാണ്ടൊരു നാടുണ്ടാർന്നേ, ആ നാട്ടിൽ പുഴയുണ്ടാർന്നേ, പുഴ മുഴുവൻ മീനുണ്ടാർന്നേ, മീനിന് മുങ്ങാൻ കുളിരുണ്ടാർന്നേ. പണ്ടിവിടെ തണലുണ്ടാർന്നേ, മൺവടിയിൽ മരമുണ്ടാർന്നേ, മരമൂട്ടിൽ കളിചിരി പറയാൻ ചങ്ങാതികൾ നൂറുണ്ടാർന്നേ. പണ്ടിവിടെ തണലുണ്ടാർന്നേ, മൺവടിയിൽ മരമുണ്ടാർന്നേ, മരമൂട്ടിൽ കളിചിരി പറയാൻ ചങ്ങാതികൾ നൂറുണ്ടാർന്നേ. പണ്ടെങ്ങാണ്ടൊരു നാടുണ്ടാർന്നേ, ആ നാട്ടിൽ പുഴയുണ്ടാർന്നേ, പുഴ മുഴുവൻ മീനുണ്ടാർന്നേ, മീനിന് മുങ്ങാൻ കുളിരുണ്ടാർന്നേ. ഒരു വീട്ടിലടപ്പ് പുകഞ്ഞാൽ മറുവീട്ടിൽ പശിയില്ലാർന്നേ, ഒരു കണ്ണു നിറഞ്ഞു കലഞ്ഞാൽ ഓടി വരാനായി പലരുണ്ടാർന്നേ. ഒരു വീട്ടിലടപ്പ് പുകഞ്ഞാൽ മറുവീട്ടിൽ പശിയില്ലാർന്നേ, ഒരു കണ്ണു നിറഞ്ഞു കലഞ്ഞാൽ ഓടി വരാനായി പലരുണ്ടാർന്നേ. പണ്ടെങ്ങാണ്ടൊരു നാടുണ്ടാർന്നേ, ആ നാട്ടിൽ പുഴയുണ്ടാർന്നേ, പുഴ മുഴുവൻ മീനുണ്ടാർന്നേ, മീനിന് മുങ്ങാൻ കുളിരുണ്ടാർന്നേ. അടുത്ത വരിയാണ് ഹൃദ്യമായ വരി. അവിടെയാണ് നമ്മൾ തകർന്നു പോകുന്നത്. പണ്ടിവിടെ മതിലില്ലാർന്നേ, വീടിന് മതിലില്ല, അതിരില്ല, പുറത്ത് ഗേറ്റില്ല, പൂട്ടില്ല, താക്കോലില്ല, പുറത്ത് നായയില്ല, അകത്ത് ആയയില്ല, അങ്ങനെ ഒന്നുമില്ല. അതിന് നാരുടെ പറമ്പിലൂടെയും നമുക്ക് കടന്നു പോകാവുന്ന വഴികൾ ഉണ്ടായിരുന്ന ഒരു ഇന്നലെ. അവിടെയാണ് പറയണത്: പണ്ടിവിടെ മതിലില്ലാർന്നേ, നടവഴി ഇടവഴി നൂറുണ്ടാർന്നേ. പണ്ടിവിടെ മതിലില്ലാർന്നേ, നടവഴി ഇടവഴി നൂറുണ്ടാർന്നേ. 4 മണിക്കൂറുണ്ടാർന്നേ, നല്ലോ ചൊല്ലിരുണ്ടാർന്നേ. 4 മണിക്കൂറുണ്ടാർന്നേ, നല്ലോ ചൊല്ലിരുണ്ടാർന്നേ. പണ്ടെങ്ങാണ്ടൊരു നാടുണ്ടാർന്നേ, ആ നാട്ടിൽ പുഴയുണ്ടാർന്നേ, പുഴ മുഴുവൻ മീനുണ്ടാർന്നേ, മീനിന് മുങ്ങാൻ കുളിരുണ്ടാർന്നേ, മീനിന് മുങ്ങാൻ കുളിരുണ്ടാർന്നേ, മീനിന് മുങ്ങാൻ കുളിരുണ്ടാർന്നേ, മീനിന് മുങ്ങാൻ കുളിരുണ്ടാർന്നേ. അത്ര രസകരമായി ജീവിച്ച നാടിനെയാണ് ദൈവം അന്ന് പേരിട്ട് തന്നത് ദൈവത്തിന്റെ സ്വന്തം നാട്. അവിടെയാണ് ഈ തകരാറ് മുഴുവൻ പറ്റി പുതിയ തലമുറ കൊണ്ടു നടക്കുന്നത്. എന്തായാലും സംഭവിച്ചതെല്ലാം നല്ലതിന് ഗീത പറയുന്നത് പോലെ, എൻ്റെ വീടിനടുത്തുള്ള ഗീതയല്ല, ഭഗവത്ഗീതയിൽ പറയുന്നത് പോലെ സംഭവിച്ചതെല്ലാം നല്ലത്, സംഭവിച്ചു കൊണ്ടിരിക്കുന്നതും നല്ലത്, ഇനി സംഭവിക്കാൻ പോകുന്നതും നല്ലതിന്. എന്നിട്ടാണ് പറയുന്നത്: സംഭവാമി യുഗോ യുഗോ, നീ നിന്റെ വഴിക്ക് പോ എന്ന് നമ്മളോട് പറയുന്നു. അപ്പം അത്തരത്തിലുള്ള വാക്കുകളൊക്കെ ഈ കാലഘട്ടത്തിൽ നമ്മൾ ഇടക്കോർക്കണം. നേരത്തെ പറയുന്നത് പോലെ സൂര്യദേവനെ നമസ്കരിക്കുന്ന ഹൈന്ദവ ആചാരപ്രകാരം നമ്മളെപ്പോഴും ആദിത്യനെ നമസ്കരിക്കുകയാണ് ആദ്യം, ഇല്ലേ? ഉണർന്നെഴുന്നേറ്റാലുടൽ പാദം പതിച്ചു നടക്കും മുറിയെ പാടേ നമിക്കണം, പിന്നെയോ പാദങ്ങൾ ചേർത്ത് കൈകൂപ്പി നിൻ പാതാരവിന്ദങ്ങൾ പാടേ നമിക്കണം. ആര് ചെയ്യുന്നുണ്ട്? അമ്മ ചെയ്യുന്നുണ്ട്. അപ്പം അമ്മ ചിലപ്പോൾ ഈ സന്താപനാശകരായ നമോ നമ ഒക്കെ ചെയ്തിട്ടുണ്ടാവും. അതാണ് ആദിത്യ മന്ത്രം, അല്ലേ? ആദിത്യ സൂര്യ ഭഗവാൻ ചൂടും വെളിച്ചവും തരുന്ന ആളാണ്. അപ്പൊ രണ്ടുപേരും നല്ലതാണ്, ചന്ദ്രനും ഒക്കെ നല്ലതാണ്. പക്ഷേ ഇവരുടെയൊക്കെ ഇമ്പോർട്ടൻ്റ് അവരെ നമ്മൾ സ്തുതിച്ചുകൊണ്ട് 5 മിനിറ്റ് നിൽക്കുമ്പോൾ കിട്ടുന്ന ആ ഇളം പ്രകാശമാണ് നമ്മുടെ കണ്ണുകൾക്ക് എപ്പോഴും. അതാണ് പറഞ്ഞത് ഡോക്ടർ സാർ പറഞ്ഞതുപോലെ, പ്രകാശം പരത്തുന്ന വഴികളിലൂടെ യാത്ര ചെയ്യണം, വെളിച്ചം പരത്തുന്ന വഴികളിലൂടെ യാത്ര ചെയ്യണം. സദോമാ സദ്ഗമയ, തമസോമാ ജ്യോതിർഗമയ, മൃത്യുമാ മൃദംഗമയ. അതിലും വലിയ ഗമയാണ് നിങ്ങൾക്കൊക്കെ എന്ന് നമ്മൾ ആരും പറയിപ്പിക്കരുത്. അവിടെയാണ് വെളിച്ചം, അല്ലേ? വെളിച്ചം ദുഃഖമാണ് ഉണ്ണി, തമസല്ലോ സുഖപ്രസവം എന്നാണ് ചില പുതിയ കവികൾ പറയുന്നത്. പക്ഷെ വെളിച്ചം തന്നെയാണ്, വെളിച്ചം ദുഃഖമല്ല. വെളിച്ചം എപ്പോഴും, പ്രകാശം എപ്പോഴും നമ്മുടെ മണ്ണിൽ
ഇത്തിരി മങ്ങൽ വരുമ്പോൾ നമുക്ക് പ്രയാസം തുടങ്ങും, ഇല്ലേ? ഇത്തിരി മങ്ങൽ നമുക്ക് വന്നാൽ പറയാം. അപ്പം നമ്മുടെ കണ്ണുകൾക്കും നമ്മുടെ മനസ്സിനുമൊക്കെ നമ്മുടെ നിമിഷങ്ങൾക്കുമൊക്കെ ജീവിത ദിവസങ്ങളിലുമൊക്കെ ആനന്ദം പകരാനും അതുപോലെ വെളിച്ചം കിട്ടാനുമുള്ള അവസരങ്ങളും മാർഗങ്ങളും ഒക്കെ നിങ്ങൾക്കുണ്ടാകട്ടെ. ഇന്നത്തെ പരിപാടിയിൽ വളരെ സന്തോഷപൂർവ്വം വന്ന നിങ്ങൾ ഇന്ന് വീട്ടിൽ തിരിച്ചു ചെല്ലുമ്പോൾ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വന്നതുകൊണ്ട് മാത്രം ആർക്കെങ്കിലും പൈസ കടം കൊടുത്തിട്ട് ചോദിച്ചിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ ഇന്ന് നിങ്ങൾക്കത് കിട്ടും. മറിച്ച് നിങ്ങൾ ആരോടെങ്കിലും വലിയ എമൗണ്ട് കടം മേടിച്ചിട്ടുണ്ടെങ്കിൽ ആ കാര്യം അവർ മറന്നുപോട്ടെ എന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഇന്നത്തെ പരിപാടിയിൽ വിളിച്ചതിൽ എൻ്റെ സംഘാടകരോട്, എൻ്റെ കുടുംബത്തോട് നന്ദി പറയുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത്, അദ്ദേഹം അവിടെ എത്തിയിട്ടുണ്ട്. വേദികളിൽ ഇപ്പോൾ എൻ്റെ കൂടെ ഇരിക്കുന്ന അത് അച്ഛനെ തുടക്കം വന്ന് കണ്ടപ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് മുൻപരിക്കമുള്ളതുപോലെ അച്ഛൻ എന്നോട് സംസാരിച്ചത്. അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് അപ്പോഴേ മനസ്സിലായി. അച്ഛൻ എപ്പോഴും എൻ്റെ പ്രോഗ്രാം ഇടക്കിടക്ക് കാണുന്നുണ്ട്. അപ്പോൾ ഒരു സ്വന്തക്കാരനെ പോലെയാണ് അച്ഛന് തോന്നിയത്. പക്ഷെ അച്ഛനൊരു പട്ടാളക്കാരനാണ്. അതിന്റെ ചിട്ടവട്ടങ്ങൾക്ക് അപ്പുറത്തേക്കാണ് അച്ഛൻ മൊബൈൽ എടുത്ത് നോക്കുന്നതും എന്നെ തിരിച്ചറിയുന്നതും. അതെനിക്ക് വളരെ സന്തോഷമായി. കാര്യം അതിരി കാക്കുന്ന പട്ടാളക്കാരനെയും കതിരി കാക്കുന്ന കർഷകനെയുമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കേണ്ടത്. അദ്ദേഹത്തിന്റെ ആ ഒരു സാമീപ്യം അല്ലെങ്കിൽ സമീപനം എന്നോട് പറഞ്ഞ വാക്ക് എൻ്റെ ഹൃദയത്തിൽ ഇന്നും നിൽക്കുകയാണ്. പിന്നെ പടയാറ് ഞാൻ അമ്പലത്തിൽ ഒരു 10-23 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പരിപാടി അവതരിപ്പിക്കാൻ അവിടെ ആ അമ്പലപ്പറമ്പിൽ ഓടി നടക്കുന്ന സമയത്ത് അന്നത്തെ പ്രസിഡന്റ് ആയിരിക്കുന്ന മനുഷ്യൻ, അദ്ദേഹത്തിനും എന്നെ ഇതുവരെ മറന്നിട്ടില്ല, ഇപ്പോഴും അത് മറന്നിട്ടില്ല. വടയാറെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ചന്ദ്ര കമ്മിറ്റി അല്ലേ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അന്ന് അദ്ദേഹത്തിന് അതിന്റെ പ്രസിഡന്റ് ആയിരുന്നു, അല്ലേ? പിന്നെ മൻസൂർ ഒരു കാലഘട്ടം നമ്മളെല്ലാം ഒരു വഴിയിലൂടെ യാത്ര ചെയ്തു പോയ ആളുകളാണ്. പാട്ടിനോട് ഇത്രയും ഇഷ്ടമുള്ള, പാട്ടിനെ വയലാറിന്റെ ഹൃദയത്തിൽ എന്നാ പറഞ്ഞ വയലാറിന്റെ പാട്ടുകൾ ഹൃദ്യമാക്കി, വയലാറിന്റെ പാട്ടുകൾ തന്നെ മാത്രമല്ല മറ്റു പാട്ടുകൾക്കൊക്കെ അതിന്റെ ദിവസവും ജാതകവും മാസവും എഴുതിയ നിമിഷവും ആരൊക്കെ എഴുതി ആരൊക്കെ സംഗീതം ചെയ്തെന്ന് പറയാൻ കഴിയുന്ന നല്ല ഓർമ്മശക്തിയുള്ള വലിയൊരു കലാകാരനാണ്. അങ്ങനെ നിരവധി ആളുകൾ ഇവിടെ മേഡം. അപ്പൊ ഇവരോടൊപ്പം തന്നെ വേദി പങ്കിടാനുള്ള അവസരവും സാധാരണ ചെന്നാൽ ഇവിടെയാണ് എപ്പോഴും ആള് കൂടൽ, അവിടെ ആള് കുറവായിരിക്കും. അപ്പൊ ഞാൻ തിരിച്ചിരിക്കാന്ന് പറയാം, നാണം കെട്ടിട്ടെ. പക്ഷെ ഇവിടെ അത് പറയേണ്ടി വന്നില്ല. ഇവിടെ എല്ലാവരും എന്തോന്നും അറിയില്ല, വളരെ സൈലന്റാണ്. ഇതുപോലെയൊക്കെ തന്നെയാണ് വീട്ടിൽ ഇരിക്കണേന്ന് അറിയില്ല. പക്ഷെ എന്താണെങ്കിലും ഇവിടെ മാന്യമായിട്ട് വളരെ സൈലന്റായിട്ട് കൈയടിക്കാൻ പറഞ്ഞപ്പോഴാണ് നിങ്ങൾ കൈയടിച്ചത്, ചിരിക്കാൻ പറഞ്ഞപ്പോഴാണ് നിങ്ങൾ ചിരിച്ചത്. ഇത്രയും അനുസരണയുള്ള ഒരാൾക്കാർ ലോകത്തൊരിടത്തും ഇല്ല എന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ചിരിക്കണോട്ടാ. ഞാൻ തുറന്നു പറയണേ, ചിരി ആയുസിന് നല്ലതാണ്, ആരോഗ്യത്തിന് നല്ലതാണ്. ഒരു ഫോട്ടോഗ്രാഫർ നമ്മളോട് പറയാറില്ല, ഒന്ന് ചിരിക്കെന്ന് പറയാറില്ലേ? ഒരു നിമിഷം ആ ചിരിക്കണം കൊണ്ടാണ് ആ ഫോട്ടോ നന്നാകണത്. അപ്പം നമ്മളെപ്പോഴും ചിരിച്ചാൽ ഫുൾ ടൈം ചിരിക്കരുത്. അങ്ങനെ ചിരിച്ചാൽ അസുഖം കൂടിയാണ്. ചിരിക്കുമ്പോൾ പൊട്ടിച്ചിരിച്ചേക്കണം, കരയുമ്പോൾ പൊട്ടിക്കരയണമെന്നാണ് പറഞ്ഞത്. ചിരിക്കുമ്പോൾ നീ പൊട്ടിച്ചിരിക്കണം. പൊട്ടിച്ചിരിക്കുമ്പോൾ രക്തക്കുഴലുകളും നമ്മുടെ ശരീരവും മൊത്തത്തിൽ അവിടെ തരിക്കും. കരയുമ്പോൾ നീ പൊട്ടിക്കരയണം. അവിടെ അദ്ദേഹം എന്നോട് പറഞ്ഞതാണ്, കണ്ണിന് ഇങ്ങനെ കുടുകുട ഡാം പൊട്ടണ പോലെ ഇങ്ങനെ ഒഴുകണം. കാര്യം പൊട്ടിക്കരയുമ്പോൾ അദ്ദേഹം പറഞ്ഞത്, കരയുമ്പോൾ പൊട്ടിക്കരയാൻ പറയണത് കൺതടങ്ങളിൽ ഒരിക്കലും വെള്ളം കെട്ടിയിരിക്കരുത്, കെട്ടിരിക്കുന്ന വെള്ളത്തിലാണ് കൊതുകുകൾ മുട്ടയിടുന്നത്. മനസ്സിലായോ? പിന്നെ കരയുമ്പോൾ കണ്ണുനീരില്ലാതെ കരയരുത്. ചിരിക്കുമ്പോൾ നന്നായിട്ട് ചിരിക്കട്ടെ. ചിരിക്കുന്ന നല്ല നിമിഷങ്ങൾ ഉണ്ടാവട്ടെ, സന്തോഷിക്കുന്ന നല്ല നിമിഷങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആയുസോടെ ആരോഗ്യത്തോടെ ഭാഗ്യത്തോടെ നിരവധിയാട്ടെ. ഇരിക്കടിഞ്ഞ് വരാൻ പോകുന്നുണ്ട്. ആ മൻസൂർ അലിഖാൻ അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ എല്ലാവർക്കും സന്തോഷം, എല്ലാം മംഗളകരമായി സന്തോഷം.